വളരെയേറെ പ്രശസ്തി ആർജിച്ച കുമരിച്ചന്ത ഹൈവേ ബൈപ്പാസാണ്. ഇതുവഴി നിരവധി വാഹനങ്ങൾ പല റൂട്ടിലോട്ട് പോകുന്നു. അതിൽ കന്യാകുമാരി അന്താരാഷ്ട്ര തുറമുഖമായ വിഴിഞ്ഞം സീപോർട്ട്, അതുപോലെ തന്നെ കോവളം ടൂറിസം, അതായത് കോവളം ടൂറിസം അറിയാത്ത സ്ഥലമല്ല, അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നതാണ് അതും. അതുപോലെ നിരവധി സ്ഥലങ്ങളിലോട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഹൈവേ ബൈപ്പാസിൻ്റെ ഈ സ്ഥലത്ത് വളരെയധികം അപകടം സംഭവിക്കുകയും നിരവധി ജീവൻ പൊലിയുകയും ചെയ്തു. മേൽപ്പാലം ചെയ്തേ ഒക്കൂ എന്നൊരവസ്ഥ വന്നതിൽ ജനങ്ങൾ ബന്ധപ്പെട്ട ഇവിടെ നിന്നും ജയിച്ചുപോയ ജനപ്രതിനിധികൾക്ക് അറിയിപ്പ് കൊടുക്കുക, അങ്ങനെ അതിൻ്റെ ഇതിൽ വർക്ക് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഈ വർക്ക് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, അതായത് കൂലിവേല ചെയ്യുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു റോഡാണിത്. ഇത് ഉള്ള കാലമായിട്ട് നീട്ടി ഇതിൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾക്ക് അത് വളരെയധികം ജീവിത ഉപാധികൾക്ക് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഈ സ്ഥലവാസികൾക്ക്, ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക്, നിരവധി സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക്, എല്ലാ മേഖലയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഇതാണ്. ഇവിടെ ഈ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളിയാണ്. അതുപോലെ തന്നെ ഈ മറ്റേ കൺസ്ട്രക്ഷൻ വർക്കുകൾ പറയേണ്ട ഒരുപാട് വർക്കുകളുണ്ട്. അത് കാരണം ബന്ധപ്പെട്ട അധികാരികൾ വന്ന് ഡെയിലി നേതൃത്വം നൽകിക്കൊണ്ട് എമർജൻസി മറ്റൊന്നും വേണ്ട, ഈ റോഡുകളുടെ ജോലിയുടെ വർക്കിൻ്റെ വേഗത കൂട്ടിയാൽ മാത്രം മതി. അത് എത്രയും പെട്ടെന്ന് വർക്ക് കഴിച്ച് ജനങ്ങൾക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയും, ജനങ്ങൾക്ക് വേണ്ടി കമ്മീഷൻ ചെയ്യാൻ കഴിയും. ചില സമയങ്ങളിൽ വാഹനങ്ങളുടെ വൻ ഒഴുക്കാണ് ഈ പരിസരം വഴി നടക്കുന്നത്.